Morning. Good morning, ma'am. Good morning. Okay. Disaster management. Chapter ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? Incident staff functions ഒക്കെ പറഞ്ഞല്ലേ? Job cards, plan activation. Next, logistic planning. Logistic planning. Okay. ഒരു സമയത്ത് ഒരു ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ അത്യാവശ്യത ഉണ്ട് അല്ലെ? എന്താണ് ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് ലോജിസ്റ്റിക് പ്ലാനിങ്? ലോജിസ്റ്റിക് ആയി ആസൂത്രണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതായത് സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രക്രിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൗത്യമോ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള എന്താണ് സന്നാഹങ്ങളുടെ ഒരു ശാഖയാണ് എന്താ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിന്യാസ ശാസ്ത്രം എന്നൊക്കെ അതിന് മലയാളത്തിൽ പറയും. അതായത് എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള പ്രക്രിയയോ അല്ലെങ്കിൽ ദൗത്യമോ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു വിപുലമായിട്ടുള്ള സന്നാഹങ്ങൾ അല്ലെ? അതിപ്പോ ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസാസ്റ്റർ ആണ് അല്ലെ? ദുരന്തമാണ്. ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് എല്ലാ സങ്കീർണമായിട്ടുള്ള പ്രക്രിയകളൂടെ ഒരുമിച്ച് കൊണ്ടത് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നടപ്പാക്കാനായിട്ട് എന്താണ് വ്യക്തമായ ഒരു ആസൂത്രണം വേണം അല്ലെ? അപ്പൊ അതിനെ പറയുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് എന്ത്? ലോജിസ്റ്റിക് അഥവാ വിന്യാസ ശാസ്ത്രം. ഓക്കെ, വിന്യാസശാസ്ത്ര ആസൂത്രണം എന്ന് പറയും. ഓക്കെ, അപ്പൊ ലോജിസ്റ്റിക് പ്ലാനിങ്ങില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ അതിന്റെ മലയാളം മീനിങ് ഒന്ന് വെറുതെ പറഞ്ഞു എന്നുള്ളത്, എന്താണ് ലോജിസ്റ്റിക് എന്ന് മനസ്സിലാക്കാൻ കേട്ടോ. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഫസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആസൂത്രണം വേണം അല്ലെ? അതായത് വിത്തിൻ ദ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്തും പുറത്തും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഏതൊരു സമയത്ത്? ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് അല്ലെ? മാനേജ്മെന്റ് നടക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണമെങ്കിൽ എന്താണ്? പ്രോപ്പർ ആയത് പ്ലാൻ ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും വ്യക്തമായ രീതിയിൽ എന്താണ് പ്രോഗ്രാംസുകള് നന്നായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വരുന്നത്, പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? യെസ്. നെക്സ്റ്റ് is transportation to and from the site other hospitals. നെക്സ്റ്റ് ഗതാഗത സംവിധാനങ്ങളെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുക അല്ലെ? ഹോസ്പിറ്റൽ സൈറ്റ്, ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെയാണ് ദുരന്തം സംഭവിച്ച സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാനുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ആംബുലൻസ് സർവീസസും മറ്റു വാഹനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ എന്താണ് അറേഞ്ച് ചെയ്യണം. അപ്പൊ അതാണ് എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റോർസ് പ്ലാനിങ്. സ്റ്റോർസ് എന്താണ്? സ്റ്റോർസ് എന്തൊക്കെ സ്റ്റോർ ചെയ്യണം, എന്തൊക്കെ എക്യുപ്മെന്റ്സുകള്, ഡിവൈസസ്, മെഡിസിൻസ് ഒക്കെ, സപ്ലൈസ് ഒക്കെ എന്തൊക്കെ വേണം എന്നുള്ളതിനെ പറ്റി
വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവും. അതാണ് സ്റ്റോഴ്സ് പ്ലാനിങ്. എന്തൊക്കെയാണ്? പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് within and outside the hospital, next transportation and store planning. പിന്നെന്താ വരുന്നത്? പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ് കൂടെ ആരാ ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ, അതായത് ഒരു ഉദ്യോഗസ്ഥരും ഏതൊക്കെ ഉദ്യോഗസ്ഥര് എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ അവരെ നിയമിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യണം അല്ലെ? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ. അപ്പൊ ഫസ്റ്റ് വരുന്ന എന്താണ്? പേഴ്സണൽ പ്ലാനിങ്ങിലെ മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെ ഉൾപ്പെടുന്നത്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്. അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. മെമ്പേഴ്സ് ഓഫ് clinical staff, para and pre-clinical disciplines and standby staff should be ready for services in the control room or command center. അപ്പൊ പ്രത്യേകമായിട്ട് മെഡിക്കൽ സ്റ്റാഫിലെ മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സുകളും പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ മെമ്പേഴ്സുകളും ഒക്കെ എന്താണ്? എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും കൃത്യമായ കമാൻഡ് അനുസരിച്ചിട്ട് കൺട്രോൾ റൂമിൽ അവരെല്ലാവരും അവൈലബിൾ ആയിരിക്കണം അല്ലെ? അവർ ഏതൊക്കെ റൂംസിൽ ഏതൊക്കെ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ നഴ്സിംഗ് സ്റ്റാഫ്. അടുത്ത ഉദ്യോഗസ്ഥ ആരാണ്? പേഴ്സണൽ സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫുകൾ. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. എന്താ പറയുന്നത്? നഴ്സിംഗ് സ്റ്റാഫുകൾ അതായത് നഴ്സിംഗ് സ്റ്റാഫിനെ എത്രയും പെട്ടെന്ന് കൃത്യമായ മേഖലകളിൽ കൃത്യമായ ഏരിയസിൽ അവരെന്താണ് പ്രിപ്പയർഡ് ആക്കണം. അത് മാത്രമല്ല എന്താണ്, എല്ലാ നഴ്സുമാരും അടങ്ങിയിരിക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെ? ഒരു ഷോർട്ട് ലിസ്റ്റില് എന്തുണ്ടായിരിക്കണം? ക്രിട്ടിക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ ആരൊക്കെയാണ് നിർത്തേണ്ടത് അല്ല? അധികം നഴ്സസുകൾ കൂടുതലുള്ള ഭാഗത്തു നിന്ന് എന്താണ് ക്രിട്ടിക്കൽ ഏരിയാസിലേക്ക് നഴ്സസുമാരെ നമ്മൾ നിർത്തും. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് അണ്ടർലൈൻ ചെയ്യണേ. ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. ആരാണ് തയ്യാറാക്കുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും നഴ്സിംഗ് സ്റ്റാഫുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആരൊക്കെ എവിടെയാണ് നിർത്തേണ്ടത്, പ്രത്യേകിച്ച് എവിടെയാണ് അധികം ആവശ്യം നഴ്സസ് ഉള്ള സ്ഥലങ്ങളില് ലിസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ നഴ്സുമാരും അവിടെ നിയമിക്കുന്നു. ഓക്കെ, നിർത്തുന്നു. ഓക്കെ. ദെൻ ആൻസിലറി സ്റ്റാഫുകൾ, ഇത് മറ്റ് അനുബന്ധ ജീവനക്കാരുകൾ ആരൊക്കെയാണ്? ആൻസിലറി മെഡിക്കൽ സർവീസസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, ഇതൊക്കെയാണ് ആൻസിലറി സർവീസസ് എന്ന് പറയുന്നത്. ആൻസിലറി മെഡിക്കൽ സർവീസസ് ഏതൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് സർവീസസ്. ആൻഡ് ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസസ്. ഇനി മറ്റ് ഹോസ്പിറ്റൽ സർവീസസ് എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, sanitation, stores, pharmacy, kitchen should be available. മറ്റ് അനുബന്ധ ജീവനക്കാർ മുതലായവരും എന്താണ് ആ ഒരു സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ആരൊക്കെയാണ്? ഒന്ന് ആൻസിലറി മെഡിക്കൽ സർവീസസുകാരും അതുപോലെ തന്നെ എന്താണ് മറ്റ് ഹോസ്പിറ്റൽ സർവീസസും. എന്തൊക്കെ ഉൾപ്പെടുന്നു അതില്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർസ്, ഫാർമസി, കിച്ചൺ സർവീസസ് മുതലായവ അവൈലബിൾ ആയിരിക്കണം. Okay. Next, volunteers. Volunteers, the role which volunteers will assume during the time of a disaster should be predetermined, rehearsed, coordinated, and supervised by the regular senior staff.
നമുക്കറിയാം അല്ലെ, ലോജിസ്റ്റിക് പ്ലാനിങ്ങിലെ അല്ലെ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം വരുന്ന മറ്റ് അനുബന്ധ ഘടകങ്ങളാണ് എന്ത്, വോളണ്ടിയേഴ്സ് അല്ലെ, വോളണ്ടിയർമാർ. ഇത് ആരെയൊക്കെ എവിടെയൊക്കെ നിയമിക്കണം എന്നൊക്കെ അവിടുത്തെ സീനിയർ സ്റ്റാഫുകളായിരിക്കും തീരുമാനിക്കുന്നത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള റിഹേഴ്സലും കോർഡിനേഷനും ഒക്കെ കൃത്യമായി നൽകിയതിനു ശേഷമായിരിക്കും, കൃത്യമായ ഒരു മേൽനോട്ടത്തിന്റെ അല്ലെ സൂപ്പർവിഷന് ശേഷമായിരിക്കും എന്ത്, ഓരോ വോളണ്ടിയേഴ്സിനെയും എവിടെയൊക്കെയാണോ നിയമിക്കേണ്ടത്, അവരുടെ റോളുകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് സീനിയർ സ്റ്റാഫുകളായിരിക്കും. റെഗുലർ സീനിയർ സ്റ്റാഫുകളായിരിക്കും വോളണ്ടിയേഴ്സിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, then reserve staff. Reserve staff. Hospital must be identified physician, nurses, and retired hospital workers or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. Reserve staffs ആരൊക്കെയാണ്? റിസർവ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഐഡന്റിഫൈ ഫിസിഷ്യൻസ്, നഴ്സസ്, മറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന രീതിയിലായിരിക്കണം അല്ലെ അവരാണ് എന്താ റിസർവ് സ്റ്റാഫ്സ് എന്ന് പറയുന്നത്. Then ഓക്കെ, നാല് ഹോസ്പിറ്റലിൽ ഫിസിഷ്യന്മാര്, നഴ്സുമാര്, റിട്ടയർഡ് ആയിട്ടുള്ള മറ്റ് ഹെൽത്ത് വർക്കേഴ്സുമാരുണ്ടായിരിക്കും അല്ലെ. റിട്ടയർഡ് ഹെൽത്ത് വർക്കർമാർ എന്നിവരെ തിരിച്ചറിയുന്നവരായിരിക്കണം അല്ലെ, അവരെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ആരോഗ്യ സേവന രംഗത്ത് പുറത്തു നിൽക്കുന്ന ജോലിക്കാരുണ്ടായിരിക്കും. പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അകത്ത് ഇപ്പൊ നൗ വർക്കിംഗ് ഏരിയസ്, അതിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഡയറക്ട് പേഷ്യന്റ് കെയർ നൽകുന്നവരുണ്ടായിരിക്കും, ഔട്ട്സൈഡ് ഹെൽത്ത് വർക്കേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ എന്താണ് കൃത്യമായിട്ട് എന്താണ് തിരിച്ചറിയുകയും വേണം. നേരിട്ട് രോഗി പരിചരണം വഴിയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം ആര്, റിസർവ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റിസർവ് സ്റ്റാഫ്സിൽ ആരൊക്കെ ഉൾപ്പെടുന്നത്? Hospital must be identifying physicians, nurses, and retired hospital workers. ഈ മൂന്ന് വ്യക്തികളെ പ്രത്യേകം എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ. ഫിസിഷ്യന്മാര്, നഴ്സുമാര്, റിട്ടയർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സുമാര് എന്നിവരെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ആരോഗ്യ സേവന രംഗത്ത് പുറത്ത്, അതായത് ഔട്ട്സൈഡ് ഹെൽത്ത് കെയർ സർവീസസ് നൽകുന്നവരും, അല്ലെങ്കിൽ ഇപ്പോൾ നൗ വർക്കിംഗ് ഏരിയാസ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നേരിട്ട് രോഗി പരിചരണം വഴിയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം ആര്, റിസർവ് സ്റ്റാഫുകൾ അതിൽ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഒരെണ്ണം വരുന്നത് എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടി വരുന്നത് അല്ലെ. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ്? സാമ്പത്തികമായ ആസൂത്രണം കൂടി ഉണ്ടല്ലേ, അതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പേഴ്സണൽ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. ആരൊക്കെയാ വരുന്നത്? മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് ആരൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫുകളും para and pre-clinical disciplines and standby staff should be ready for services in the control room or command center. Element members, clinical സ്റ്റാഫുകളും മറ്റ് പാരാക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്താണ് മറ്റ് ജീവനക്കാരും തയ്യാറായിരിക്കണം. എല്ലാ മെഡിക്കൽ രംഗത്തുള്ള എല്ലാ ജീവനക്കാരും തയ്യാറായിരിക്കണം. Then നെക്സ്റ്റ് വരുന്നത് എന്താണ്? നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും നഴ്സിംഗ് സ്റ്റാഫുകളുടെ ആ ഒരു ലിസ്റ്റ് തീരുമാനിച്ചതിന് ശേഷം അധിക നഴ്സിംഗ് സെന്റേഴ്സ് ആവശ്യമുള്ളവരെ ആ ഒരു സ്ഥലത്തേക്ക് അവരെ പ്രത്യേകമായിട്ട് നിയമിക്കുന്നു. ഓക്കെ, ദെൻ ക്രിട്ടിക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ കൊടുക്കേണ്ട സ്ഥലത്തും എന്താണ് പ്രത്യേകമായിട്ട് ഓരോ നഴ്സസ്മാരെ അവിടെ നിയമിക്കുന്നു. ദെൻ ആൻസിലറി സ്റ്റാഫ്, മറ്റ് അനുബന്ധ ജീവനക്കാർ അല്ലെ. ആരൊക്കെയാണ് മറ്റ് അനുബന്ധ ജീവനക്കാര്? ആൻസിലറി മെഡിക്കൽ സർവീസസ് അല്ലെ, റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്കുകൾ. ഇതൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് സേവനത്തിന് റെഡിയായിട്ട് തന്നെ ആയിരിക്കണം. ആൻഡ് അതർ ഹോസ്പിറ്റൽ സർവീസസ് എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്,
സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ എക്സെട്ര ഷുഡ് ബി അവൈലബിൾ. ഇവയെല്ലാം തന്നെ എന്താണ് അവൈലബിൾ ആയിരിക്കണം. വോളണ്ടിയേഴ്സ് അല്ലെ, റെഗുലർ സീനിയർ സ്റ്റാഫുകളുടെ സൂപ്പർവിഷന് ശേഷം ആയിരിക്കും ആര് വോളണ്ടിയേഴ്സിന് കൃത്യമായ റിഹേഴ്സലും കോർഡിനേഷനും ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഓരോ വോളണ്ടിയേഴ്സുമാരെയും എന്താണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് റിസർവ് സ്റ്റാഫുകൾ, ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് എന്നിവരെയൊക്കെ തിരിച്ചറിയുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ആരോഗ്യ സേവനത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇപ്പോ നേരിട്ട് രോഗി പരിചരണം വഴിയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കണം ആര് റിസർവ് സ്റ്റാഫ്സുകൾ ഉൾപ്പെടുന്നത്. ദെൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ്, എന്താ സാമ്പത്തികമായ കൃത്യമായ ഒരു ആസൂത്രണവും അവിടെ ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് മൊത്തം സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും അതിൽ ഉൾപ്പെടുന്നു അല്ലെ. മെഡിസിൻസ്, സപ്ലൈസുകള്, മറ്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും നടക്കുന്നത്. എമർജൻസി എക്യുപ്മെന്റ്സുകൾ ആവശ്യമായി വരുന്ന സമയത്തൊക്കെ എന്താണ് വിചാരിക്കുന്നതിൽ അതിൽ കൂടുതൽ പണച്ചെലവുകൾ വരുന്നതാണ്. അപ്പൊ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടി അതില് ഉണ്ടായിരിക്കണം. ഓക്കെ, ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്തെങ്കിലും സംശയം ഉണ്ടോ? ലോജിസ്റ്റിക് പ്ലാനിംഗിൽ എന്തൊക്കെയാ വരുന്നത്? പ്ലാനിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോഴ്സ് പ്ലാനിംഗ്, പേഴ്സണൽ പ്ലാനിംഗ്, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ, മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ആൻസിലറി സ്റ്റാഫ്, വോളണ്ടിയേഴ്സ്, റിസർവ് സ്റ്റാഫ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു ഡിസാസ്റ്റർ ടൈമിന് മുമ്പായിട്ട് തന്നെ കൃത്യമായ ലോജിസ്റ്റിക് പ്ലാനിങ്ങിലൂടെ അവര് ഹോസ്പിറ്റൽസിൽ നടപ്പാക്കുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഏത് ഫേസ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസിനെ കുറിച്ചാണ് അല്ലെ. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്ററിന് മുമ്പായിട്ട് നടക്കുന്ന പ്ലാനിങ്. ദെൻ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് എന്താണ്? അതിന് നടക്കുന്ന ആ ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആവുന്ന സമയത്തുള്ള ബാക്കി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നിങ്ങൾക്ക് PDF കാണുന്നുണ്ടോ? കാണാമോ? നിങ്ങളോട് ഒരു കാര്യം പറയാം, കേൾക്കാമോ? പിള്ളേരെ, എന്റെ ഒരു സിസ്റ്റർ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പൊ എന്റെ ചേച്ചി ICUലാണ്, മോനെ ബാധിച്ചിട്ട് ഒത്തിരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അവളെ മെഡിക്കൽ ലിസ്റ്റിലാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. ICUലാണ് ആള് 2 ദിവസമായിട്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, പ്രാർത്ഥന ഉണ്ടായാൽ മതി, മെസ്സേജ് ചെയ്യണ്ട. ഓക്കെ, ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ആക്ടിവേഷൻ. ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ്. പ്ലാൻ ഫോർ അലേർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി. ഇതല്ലേ പേജ്? അതെ, alerting the disaster committee, staff, other facilities via phone, paging and mobilizing resources to suitable activated areas. Disaster activated ആവുന്ന സമയത്ത് എവിടെയൊക്കെയാണ് എത്രയും പെട്ടെന്ന് ആക്ടിവേഷൻ കൊടുക്കേണ്ടത്, അലേർട്ടേഷൻ കൊടുക്കേണ്ടത് എവിടെയാണ്? ആൻഡ് ഫോർ അലേർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി അല്ലെ. ഡിസാസ്റ്റർ കമ്മിറ്റിയില് അതുപോലെ സ്റ്റാഫുകൾക്ക് അതർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? അതർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫോൺ കോൾസ്, പേജിങ്, മൊബിലൈസിംഗ് റിസോഴ്സസ്, ദെൻ സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. ഇത്ര മേഖലകളിൽ എന്താണ് ഇത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അലേർട്ടേഷൻ കൊടുക്കണം അല്ലെ. ഉടനടി ആ ഒരു ഡിസാസ്റ്റർ ആയെന്നുള്ളതിന്റെ ആക്ടിവേഷൻ, ആ ഒരു നിർദ്ദേശം എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഇത്തരം മേഖല പ്രധാനമായിട്ടും ഡിസാസ്റ്റർ കമ്മിറ്റിയിലേക്കാണ് ആദ്യത്തെ മെസ്സേജ് പോവേണ്ടത് അല്ലെ. അതിനുശേഷം സ്റ്റാഫുകളും മറ്റു ഫെസിലിറ്റീസ് ഒക്കെ അതിനുശേഷം അവര് റെഡിയാവും. ഓക്കെ, ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്നുള്ളിടത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ.
Okay. Then incident commander. Incident commander. Substitute phase varunna second point. Incident commander. An incident commander, IC. Incident commander endaanu IC. Who must be free to command and coordinate to the overall disaster response. Must be appointed by hospital administration. Example, an emergency department physicians with emergency medical services. Incident command എന്താണ്? ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം എന്താണ്? Must be free to command and coordinate the overall disaster response. അല്ലെ? എന്താണ്? ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് എല്ലാ ഡിസാസ്റ്റർ റെസ്പോൺസ് ഓവറോൾ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? കോർഡിനേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്താണ്? മസ്റ്റ് ബി അപ്പോയിന്റഡ് ബൈ. ആരെയൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? എത്രയും പെട്ടെന്ന് തന്നെ ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത്? ആ ഒരു റെസ്പോൺസ് പ്ലാൻസ് ഉടനടി തന്നെ തയ്യാറാക്കി എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യനെയും അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ സർവീസസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. അവൈലബിൾ ആകുന്നു അല്ലെ ഇൻസിഡന്റ് കമാൻഡർ. ഓക്കെ, മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻ കോർഡിനേറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യനെയും എമർജൻസി മെഡിക്കൽ സർവീസസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓക്കെ, ഈ ഹെഡ്ലൈൻസിന്റെ ഒക്കെ താഴെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോട്ടോ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ, ഇൻസിഡന്റ് കമാൻഡർ, അത് അല്ലെങ്കിൽ എങ്ങനെ ഒരുമിച്ച് കിടക്കും നമുക്കപ്പോ പഠിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. Then incident staff. Incident staff. The purpose of the incident staff that are comprised of command and general staff is to providing the hospital IC with enough manpower to meet all on her responsibilities in conducting the disaster relief operation. Incident staff എന്താ ചെയ്യുന്നത്? അവരുടെ purpose എന്താണ്? Manpower providing ആണ് അല്ലെ? ഇൻസിഡന്റ് purpose എന്താണ് പറഞ്ഞത്? ഇൻസിഡന്റ് സ്റ്റാഫ് comprised of command and general staff അല്ലെ? ജനറൽ സ്റ്റാഫിന്റെ കൃത്യമായിട്ടുള്ള കമാൻഡ്സുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? പ്രൊവൈഡിങ് ദ ഹോസ്പിറ്റൽ IC, അതായത് ഇൻസിഡന്റ് കമാൻഡ് വിത്ത് ഇനഫ് മാൻ പവർ ടു മീറ്റ് ഓൾ ഹിസ് റെസ്പോൺസിബിലിറ്റി. മാൻ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ആവശ്യമായ ജീവനക്കാരെ ആര് നൽകണം? IC നൽകണം അല്ലെ? എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ IC നൽകണം. ഇൻസിഡന്റ് കമാൻഡർ നൽകിയിരിക്കണം. ഏതൊക്കെ മേഖലകൾ ആരൊക്കെ എത്ര ജീവനക്കാർ ആവശ്യമായി വരുന്നവരൊക്കെ ആര് നൽകണം എന്നാണ് പറയുന്നത്? IC അല്ലെ ഇൻസിഡന്റ് കമാൻഡർ നൽകിയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് അത് എ ഇൻസിഡന്റ് സ്റ്റാഫിൽ A, B എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. ബിയിൽ എന്താ പറയുന്നത്? A staff comprising the 7 position most apt for a medium. ഇനി ഇൻസിഡന്റ് കമാൻഡറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഇൻസിഡന്റ് സ്റ്റാഫുകളെ ഒരു 7 ലെവലിലാണ്, അതായത് 7 പൊസിഷൻസിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അവരുടെ സൈസ് അനുസരിച്ച് 7 ലെവലില് ഏതൊക്കെയാണ്? സൈസ് ടു ഡിസാസ്റ്റർ പ്ലാനിംഗ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് ലൈസൻസ്. ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 7 സ്ഥാനങ്ങളാണ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഈ 7 സ്ഥാനം, ഈ 7 പൊസിഷനിലുള്ള ഉദ്യോഗസ്ഥരെ എന്താണ് ഉണ്ടായിരിക്കണം എന്നാണ് കേട്ടോ. ആരൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന് പ്ലാനിങ് വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൻസ്. ഓക്കെ, ഈ 7 പൊസിഷൻസിലുള്ള ഉദ്യോഗസ്ഥർ എന്തായാലും എന്താണ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 7 സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാഫിന്റെ ആ ഒരു ഘടനയാണെന്ത്? ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ ഈ 7 സ്റ്റാഫുകളും അല്ലെങ്കിൽ 7 ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ
comprised of command and general staff. അല്ലെ, ജനറൽ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള കമാൻഡ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നൽകുന്നത് ആരാണ്? IC ആണ് നൽകേണ്ടത്, അല്ലെ ഇൻസിഡന്റ് കമാൻഡർ ആണ് നൽകേണ്ടത്. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്റ്റാഫ് കംപ്രസിംഗ് 7 പൊസിഷൻ. സ്റ്റാഫുകൾ അടങ്ങുന്ന 7 പൊസിഷൻ ഉണ്ട്. ഇതൊക്കെയാണ് പ്ലാനിംഗ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൺ. ഓക്കെ, അപ്പോ ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള തൊട്ട് മുന്നുള്ള അതിനുശേഷമുള്ള 2-3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ. ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് എന്താണ് എത്രയും പെട്ടെന്ന് ഡിസാസ്റ്റർ കമ്മിറ്റിനെയും സ്റ്റാഫുകളെയും മറ്റ് ഫെസിലിറ്റീസിനെയും അലേർട്ടേഷൻ കൊടുക്കുക, അവരെ എത്രയും പെട്ടെന്ന് മുന്നറിയിപ്പുകൾ നൽകുക. ഇൻസിഡന്റ് കമാൻഡർ എന്താണ് ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും ഓവറോൾ ഡിസാസ്റ്റർ പ്ലാനിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റീസും കോർഡിനേഷനും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിഷ്യൻസിനെയും മറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യനെയും എമർജൻസി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ഇൻസിഡന്റ് കമാൻഡറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും. ഇനി ഇൻസിഡന്റ് സ്റ്റാഫുകൾ 2 പർപ്പസ് ആണ് ചെയ്യുന്നത്, 2 കാര്യങ്ങളിലാണ്, അല്ലെ. ഒന്ന്, ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനമായുള്ള പർപ്പസ് ആണ് എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ജീവനക്കാരെ, അല്ലെ, പ്രത്യേകമായിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള ജീവനക്കാരെ എന്താണ് IC ഇൻസിഡന്റ് കമാൻഡർ നൽകിയിരിക്കണം. അതുപോലെ തന്നെ ഒരു 7 പൊസിഷൻസ് അവിടെ പറയുന്നുണ്ട് സ്റ്റാഫുകളുടെ. പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. B എന്ന കാറ്റഗറിയില് അണ്ടർലൈൻ ചെയ്യണേ. B 7 പൊസിഷൻസ് അണ്ടർലൈൻ ചെയ്തതാ. ഇനി when disaster strikes, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? when disaster strikes, activities in hospital. when disaster strike, activities. നിങ്ങളുടെ ടെക്സ്റ്റില് ഇത് ഇതേപോലെ തന്നെയാണ് കിടക്കുന്നത് ലെറ്റേഴ്സ്. ഇതിന്റെ അലക്സിലാണ് കിടക്കുന്നത്. ഇവിടെ when disaster strikes എന്നുള്ളത് ഇവിടെ 1 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈഫണോ കുത്തോ കോമയോ എന്തെങ്കിലും ഇടും. കോമയല്ല, കുത്തോ എന്തെങ്കിലും ഇടും, ഡോട്ടോ എന്തെങ്കിലും ഇടാം കേട്ടോ. ഇവിടെ activities in hospital, authorized individuals are called to declare a doctor major, CEO, medical director, nursing director, senior physician implements the disaster plan. Police and fire departments are informed. Disaster ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഹോസ്പിറ്റൽ മൊത്തത്തിൽ ആക്ടിവേറ്റഡ് ആവുന്നത്, അല്ലെ. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽസ് എന്താണ് ഓരോ പൊസിഷൻസ് ഉള്ളത് അപ്പം തന്നെ ഡിക്ലെയർ ചെയ്ത് തുടങ്ങും. ഓക്കെ, ആരൊക്കെയാണ് എത്രയും പെട്ടെന്നുള്ള ആ ഒരു നിർദ്ദേശം അറിയിക്കേണ്ടത്? ഡിക്ലെയർ എ ഡോക്ടർ മേജർ. ആരൊക്കെയാണ്? CEO, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ implements disaster plan process and fire departments are informed. അപ്പൊ ഇത്രയും പേരാണ് എന്ത് സീനിയർ ഫിസിഷ്യൻ അടക്കമുള്ളവരാണ് എന്ത് പോലീസിനെയും മറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സിനെയൊക്കെ ഡിസാസ്റ്റർ പ്ലാന് ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, അവരുടെ പേരുകൾ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ടെലിഫോൺ ഓപ്പറേഷൻ അനൗൺസേഴ്സ്. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യുന്നത് എന്താണ്? ഡോക്ടർ മേജർ, അല്ലെ. അവരുടെ ഹോസ്പിറ്റലിലെ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് അനൗൺസ് ചെയ്യും എന്തിനെ പറ്റി? ഡോക്ടർ മേജർ. 3 times every 30 seconds for a period of 3 minutes. അല്ലെ, every 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ എന്താണ് ഡോക്ടർ മേജർ എന്ന ഒരു അനൗൺസ്മെന്റ് ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കും ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അനൗൺസ് ചെയ്യുന്നത്. ഡോക്ടർ മേജർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു. 3 times every 30 seconds, 3 പ്രാവശ്യം 30 സെക്കൻഡ് ഫോർ പീരീഡ് ഓഫ് 3 minutes ഇടയിൽ ഇതാണ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. Okay, telephone operator announces Dr. Major
3 times every 30 seconds for a period of 3 minutes. Okay. Then physicians and other staff who are off duty are recalled. All departments implemented established procedure. അതായത് physicians and other staff who are of duty are called. അതായത് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സ്റ്റാഫുകളെ എന്താണ് തിരിച്ചു വിളിക്കുന്നു അല്ലെ? ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ പേഷ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റാഫുകളാണെങ്കിൽ കൂടി ഫിസിഷ്യൻസ് ആണെങ്കിൽ കൂടി അവരെ റീകോൾ ചെയ്യുന്നു. All departments implement established procedure. അതായത് ഡ്യൂട്ടിയിലേക്ക് ഇരിക്കുന്നവരെ അതുപോലെ പുറത്തുള്ളവരെ എന്താണ് മറ്റ് ജീവനക്കാരെയും തിരിച്ചു വിളിക്കുന്നു. ഏതൊരു സമയത്ത് ഡിസാസ്റ്റർ ആ ഒരു മൊമെന്റിലാണ് ഡ്യൂട്ടിയിലിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റാഫുകളെയും ഡോക്ടേഴ്സിനെയൊക്കെ തിരിച്ചു വിളിക്കുന്നത്. ഓക്കെ. ഇതിനു വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിനെയൊക്കെ തിരിച്ചു വിളിക്കുന്നത്. മനസ്സിലായപ്പോ ഡ്യൂട്ടിക്ക് പുറത്തുള്ളവരുണ്ടാവും, ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും ഡിസാസ്റ്ററിൽ ആ ഒരു ടൈമില് ആ പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആർ, ഇവിടെയൊക്കെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തോട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരേപോലെ ഇരിക്കും. Return instructions are given for manning important areas of medical staff and house officers by a designated staff. പിന്നെന്താണ് ഒരു നിയുക്ത സ്റ്റാഫിനെ കൊണ്ടിട്ട് എല്ലാ നിർദ്ദേശങ്ങളും രേഖാമൂലമുള്ള ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ ഏരിയാസിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അവര് പ്രവർത്തിക്കേണ്ടത്. റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഫോർ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ്. എവിടെയാണ് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് ഏരിയയിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്കായിരിക്കും. ഇമ്പോർട്ടന്റ് ഏരിയാസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇമ്പോർട്ടന്റ് ഏരിയാസ് ടു മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹൗസ് ഓഫീസേഴ്സ് ബൈ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്. ഓക്കെ. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർക്കാണ് കൊടുക്കേണ്ടത്? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ given to disaster chief of emergency room. Underline ചെയ്ത് പോണേ. triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives waiting room, admitting office in the department, blood bank and CSST. എവിടെയെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്? ഡിസാസ്റ്റർ ചീഫിന്, ചീഫ് എമർജൻസി റൂമിന്, ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയ, റിലേറ്റീവ്സ് വെയിറ്റിംഗ് റൂം, അഡ്മിറ്റിംഗ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ബ്ലഡ് ബാങ്ക് ആൻഡ് CST. ഇവിടെയൊക്കെ എന്തായിരിക്കണം? സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ. Chiefs are assigned to key areas. Chiefs are assigned to key areas. Chiefs എവിടെയായിരിക്കും? ചീഫുകൾ എവിടെയായിരിക്കും? കീ ഏരിയാസിലായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ? Chiefs are assigned to key areas. Key areas എന്ന് പറയുമ്പോൾ security and support, personal control. Sorry. Chief are assigned to key areas എന്ന് പറഞ്ഞാൽ എന്താണ്? ചീഫുകൾ അസൈൻ ചെയ്യുന്നത് ഏത് ഏരിയാസിലായിരിക്കും? ഇമ്പോർട്ടന്റ് മേഖലകളിലായിരിക്കും അല്ലെ? സ്പെഷ്യൽ മേഖലകളിലായിരിക്കും ചീഫ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Okay. Special instructions are given to disaster. Chiefs are assigned to key areas. അതൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നത് എപ്പോഴേ ഒരുമിച്ചുള്ളതാണ് അതൊക്കെ. Then security and support personnel control the traffic, triage initiated next to ambulance entrance.
അതും നിങ്ങളുടെ ഒരുമിച്ചാണോ കിടക്കുന്നത്? ഞങ്ങളുടെ തന്ന ടെക്സ്റ്റിൽ സെപ്പറേറ്റഡ് ആണ്. ഒരുമിച്ചാണോ നിങ്ങൾക്ക്? ഇതിങ്ങനെ അതേപോലെ തന്നെയാണ് കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ? ആണോ? Security and support personnel control the traffic. Triage initiated next to ambulance entrance. അതായത് സെക്യൂരിറ്റി സേഫ്റ്റി ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കേണ്ടത് അവരായിരിക്കും എന്താ ട്രാഫിക് നിയന്ത്രണമൊക്കെ കൃത്യമായിട്ടുള്ള ട്രാഫിക് ട്രയേജ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് പേഴ്സണൽ ഉദ്യോഗസ്ഥരായിരിക്കും. ഓക്കെ. Then triage is initiated next ambulance entrance. Triage എവിടെയായിരിക്കും? ആംബുലൻസ് എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ ആ ട്രയേജ് ഏരിയ. നെക്സ്റ്റ് ദ എൻട്രൻസ്, ആംബുലൻസ് എൻട്രൻസിന്റെ അടുത്തായിരിക്കും എന്താ ട്രയേജ് ഏരിയ വരുന്നത്. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ പ്രധാനമായി നടക്കുന്നത്. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കണോട്ടെ. ഈ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മുമ്പിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നോക്കണോട്ടോ, കളർ കോഡുകളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നോക്കണേ. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? Do not allow casualties to pile up. Do not allow casualties to pile up. എന്താണ് do not allow casualties to pile up എന്ന് പറഞ്ഞാല്? അതായത് എന്തെങ്കിലും കേസുകൾ എമർജൻസി സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഒരുപാട് കേസുകളായിട്ട് കുന്നുകൂടി കിടക്കാൻ പാടില്ല അല്ലെ? അതായത് ഒരുപാട് അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. ഇനി കാഷ്വാലിറ്റിയിൽ എന്താണ് ഒരു ഓർഡർ ഇല്ലാതെ എല്ലാ കേസസും ഇങ്ങനെ അനുവദിക്കാനായിട്ട് പാടില്ല. എന്താണ് കാര്യകാരണങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കണം ഓരോ കേസസുകളും അനുവദിക്കേണ്ടത്. ഓക്കെ. ഒരു ഓർഡർ ഇല്ലാതെ ഓർഡർ ടൈപ്പ് ഇല്ലാതെ കിടക്കുന്ന പേഷ്യൻസുകൾ പല രീതിയിലായിട്ട് കിടക്കുക, അങ്ങനെ വരാനായിട്ട് പാടില്ല. അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. അങ്ങനെ കുന്നുകൂടി കിടക്കരുത് അല്ലെ? ഓരോന്നിനും അതിൻ്റെതായ രീതിയിലായിരിക്കണം ചിട്ടപ്പെടുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എന്താ സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. പേഷ്യൻസിന് എന്താ ചെയ്യേണ്ടത്? സോർട്ട് ചെയ്തെടുക്കണം അല്ലെ? പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്തെടുക്കണം. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് നിർത്താം. ഗുരുതരമായ പേഷ്യൻസിനെ മാറ്റാം, അല്ലെങ്കിൽ നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ അങ്ങനെ തരം തിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് എന്താണ് പേഷ്യൻസിനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, തരം തിരിക്കും. ദെൻ ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. അവരെ ടാഗ് ചെയ്യണം. ടാഗ് ചെയ്യാന്ന് വെച്ചാൽ അവരെ ലേബൽ ചെയ്യണം അല്ലെ? ഏതൊക്കെ പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ പേരെന്താണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരുടെ ഇൻഫോർമേഷൻസ് ലേബൽ ചെയ്തിരിക്കണം. ഉചിതമായിട്ട് അവരെ ടാഗ് ചെയ്യാം. ദെൻ റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഉചിതമായിട്ടുള്ള മേഖലകളിലേക്ക് അവരെ എത്രയും പെട്ടെന്ന് ഏത് റൂട്ടിലേക്കാണ് അവരെ മാറ്റേണ്ടത് എത്രയും പെട്ടെന്ന് അവരെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അവരെ നീക്കം ചെയ്യുക. അത്തരം കാര്യങ്ങളാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. ഓക്കെ. ഏത് റൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിലാണ് അവരെ കൊണ്ടുപോകേണ്ടത് അവിടെ കൃത്യമായിട്ട് അവരെ കൊണ്ടുപോകുക. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. കാഷ്വാലിറ്റീസിൽ ഒരുപാട് കേസസ് ഇങ്ങനെ കുന്നുകൂടി കിടക്കാനായിട്ട് പാടില്ല. അതൊരു ഓർഡറിലായിരിക്കണം ആ ഓർഡറിലായിരിക്കണം അത് അനുവദിക്കേണ്ടത്. ഓക്കെ. ദെൻ സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യണം. Then tag them appropriately. അവരെ കൃത്യമായിട്ട് ലേബൽഡ് ചെയ്തിരിക്കണം. ഉചിതമായിട്ട് അവർക്ക് ടാഗ് നൽകിയിരിക്കണം. Then route to appropriate treatment areas. ഏതൊക്കെ ഏരിയാസിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ചിട്ട് അവരെ കൊണ്ടുപോകുക. ഇതാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. ഓക്കെ. ഇപ്പൊ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് അല്ലെ? ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ് എത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കണം, ഇൻഫോം ചെയ്തിരിക്കണം. ആരൊക്കെയാണെന്ന് അറിയാതെ വായിക്കുന്നില്ല. നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻസ്, CMO, മെഡിക്കൽ ഡയറക്ടേഴ്സ്. ഓക്കെ. പിന്നെന്താണ് ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ് അനൗൺസ് ചെയ്യുന്നത്? ഡോക്ടർ മേജർ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനെ വരിക. ഡോക്ടർ മേജർ
3 times every 30 seconds for a period of 3 minutes. Then physician and other staff who are off duty are recalled. ഡ്യൂട്ടിയിൽ പുറത്തുള്ളവരെ അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിയിലുള്ളവരെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും തിരിച്ചു വിളിക്കുന്നു അല്ലെ. പ്രൊസീജിയേഴ്സിൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അവരെ തിരിച്ചു വിളിക്കുന്നു. Then return instructions. ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫിൽ നിന്ന് എന്താണ് പ്രധാനപ്പെട്ട ഏരിയാസിലേക്കുള്ള റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ്, ഒരു രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുന്നു. ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക് കൊടുക്കപ്പെടുന്നു. ദെൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് കൊടുക്കുന്നത്? സ്പെഷ്യൽ ഏരിയാസിൽ കീ ഏരിയാസിലായിരിക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അറിയാലോ ഏതൊക്കെ ഏരിയയാണ്? എമർജൻസി റൂം, ട്രയേജ്, ദെൻ റിലേറ്റീവ്സ് വെയിറ്റിംഗ് റൂംസ് ആൻഡ് ബ്ലഡ് ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഏരിയാസിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദെൻ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളായിരിക്കും അവിടെ ട്രാഫിക്കുകൾ കൺട്രോൾ ചെയ്യുന്നതും. പിന്നെന്താണ് ആംബുലൻസ് സർവീസിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും അടുത്തായിരിക്കും ട്രയേജ് ഏരിയ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? Do not allow casualties to pile up, then sort patients rapidly, tag them appropriately, move to appropriate treatment areas. Okay. Okay, ആണോ അവിടം വരെ? യെസ്, അടുത്തത് പറഞ്ഞോട്ടെ. ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഇപ്പൊ ഡിസാസ്റ്റർ ഫേസിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ദുരന്തം ഉണ്ടാകുന്ന സമയം, ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ ഏതൊക്കെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് അവിടെ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ട്രീറ്റ്മെന്റ് ഏരിയാസ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ട്രീറ്റ്മെന്റ് ഏരിയാസ്: എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. ഇവിടെ തന്നെ ഒരു പോയിന്റ് കൂടി എഴുതി ചേർക്കണേ. അതായത് ഇവിടെ പോയിന്റ് മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ 5th പോയിന്റ് കണ്ടോ? 5ാമത്തെ പോയിന്റ് OPD ഏരിയ അൺസാൽവേജബിൾ കേസസ് എന്ന് കണ്ടോ? അത് എവിടെയാണ് വരേണ്ടത്? ഇവിടെ OPD ഏരിയ എന്നല്ല, ഇവിടെ OPD ഏരിയയുടെ അവിടെ വരേണ്ടത് മൈനർ ഇഞ്ചുറീസ് ആംബുലേറ്ററി പേഷ്യൻസ് ആണ് OPD ഏരിയയിൽ വരേണ്ടത്. മനസ്സിലായോ? OPD ഏരിയയുടെ അടുത്ത് വരേണ്ടത് എന്തൊക്കെയാണ്? മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസിൽ വരേണ്ടത് അല്ലെ. അപ്പൊ അൺസാൽവേജബിൾ വെട്ടിയിട്ട് ഇവിടെ മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസും ആക്കാം. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസിലാണ് എന്ത് വരേണ്ടത്? അൺസാൽവേജബിൾ കേസസ് വരേണ്ടത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പ്രധാന ചികിത്സാ കേന്ദ്രങ്ങൾ അല്ലെ, പ്രധാന LDS ഒന്നുകൂടി പറഞ്ഞു തരുമ്പോ മനസ്സിലാവും. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് എന്ത് വേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷനും കെയറും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കണ്ടീഷൻസ് ആയിരിക്കും ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. അതായത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ്. ഹെമോറേജ് എന്താണ്? അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെ, ജീവന് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് എന്ത് പറയുന്നത്? അൺസാൽവേജബിൾ കേസസ്. ഈ 5ാമത്തെ പോയിന്റ് കണ്ടോ? ഇത് ഇവിടെ വെട്ടിയിട്ട് എമർജൻസി റൂമിൽ കൂട്ടിച്ചേർക്കാം. അൺസാൽവേജബിൾ കേസസ് ഇവിടെ ആക്കാം, 1ാമത്തതിലാക്കാം, 1st പോയിന്റിലോട്ടാക്കാം. ഓക്കെ, അൺസാൽവേജബിൾ കേസസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത കേസസ് അല്ലെ. സാൽവേജബിൾ ആള് രക്ഷിക്കാൻ കഴിയാത്ത കേസുകളൊക്കെ എമർജൻസി ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസിലാണ് ഉൾപ്പെടുന്നത്. ലൈഫ് ത്രെട്ടനിങ്ങിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? അൺസാൽവേജബിൾ കേസസ് അല്ലെ. ഓക്കെ,
രക്ഷപ്പെടുത്താൻ കഴിയാത്തവർ അല്ലെ, നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത കേസസ് ഒക്കെ എമർജൻസി കണ്ടീഷൻസ്, എമർജൻസിയിലാണ് വരുന്നത്. ഓക്കെ, അത്യാഹിതത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അപ്പൊ ആ ഏരിയാസ്, അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരിക്കും അവിടെ അല്ലെ. ഇപ്പൊ ശ്വാസം സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്തായാലും ആ ഒരു കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസും ആ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ ഓർഗൻസും ഒക്കെ പോയി ഒട്ടും ലൈഫ് സേവ് ചെയ്യാൻ പറ്റാത്ത 0 മിനിറ്റ്സ് മാത്രം ലൈഫുള്ള ആൾക്കാരുണ്ടാവും. ആ ഒരു ഏരിയയിലെത്തനേക്ക് മുമ്പ് ചിലപ്പോ മരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സർജറി. അടുത്ത ഏരിയ, ട്രീറ്റ്മെന്റ് ഏരിയ ആണ് സർജറി. ഇതിലെന്തൊക്കെ വരുന്നുണ്ട്? സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ് അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചർ എക്സെട്ര. എന്താണ് അബ്ഡോമിനൽ ട്രോമ എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് ഓപ്പൺ ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുറന്നെടുക്കുന്ന അല്ലെ പുറത്തുള്ള ഫ്രാക്ചേഴ്സുകൾ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര, അതൊക്കെ സർജറി ട്രീറ്റ്മെന്റ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് സർജറി ഏരിയ ആണ് കേട്ടോ. ആദ്യത്തേത് എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. സെക്കൻഡ് സർജറി. ഇതില് സീരിയസ് കാഷ്വാലിറ്റീസ് ശേഷം ചെസ്റ്റ് അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. അടുത്തത് ഡെലിവറി സ്യൂട്ട് അല്ലെ. ഡെലിവറി സ്യൂട്ടിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആയിരിക്കും? ആരൊക്കെയാണ്? വുമൺ ഇൻ ലേബർ അല്ലെ. വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, എന്തെങ്കിലും പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളവര്. അതുപോലെ തന്നെയാണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ട്രോമറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ട്രോമറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുമ്പോൾ എന്താണ്? അമ്മയ്ക്കും കുഞ്ഞിനും എന്തായിരിക്കും ഒരേപോലെ തന്നെ എന്താണ് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ഗുരുതരമായിട്ടുള്ള ആ കണ്ടീഷൻ സംഭവിച്ച പേഷ്യൻസ് ആയിരിക്കും, ആ ഒരു അവസ്ഥ ആയിരിക്കും എന്ത് ട്രോമറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെലിവറി സ്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലായിരിക്കും എന്ത് വരുന്നത്? വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺസ് ഒക്കെ ഡെലിവറി സ്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലാണ് അത് വരുന്നത്. ഓക്കെ, ആ മൂന്നും ക്ലിയർ ആണോ? എമർജൻസി, സർജറി, ഡെലിവറി സ്യൂട്ട്. അടുത്തത് ICU, മെഡിക്കൽ എമർജൻസീസ് അല്ലെ. ഐസൊലേറ്റഡ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സിൽ എന്തായിരിക്കും? മെഡിക്കൽ എമർജൻസീസ് ട്രീറ്റ്മെന്റ്സുകളായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇനി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസിൽ എന്തായിരിക്കും? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ ആയിരിക്കും എന്തിൽ വരുന്നത്? OPD വരുന്നത് അല്ലെ. മൈനർ ഇഞ്ചുറീസുകളും ആംബുലേറ്ററി പേഷ്യൻസും ട്രീറ്റ്മെന്റ്സുകളായിരിക്കും OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് വരുന്ന ട്രീറ്റ്മെന്റ്സുകൾ. ഇനി സൈക്കാട്രി. സൈക്കാട്രിയിൽ എന്താണ് വരുന്നത്? സൈക്കാട്രിയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആയിരിക്കും? ഹിസ്റ്റീരിയ, then behavioral emergencies. ഹിസ്റ്റീരിയ എന്താണ്? അപസ്മാരം അല്ലെങ്കിൽ എന്താണ് നമ്മൾ സീഷ്യർ ഫിക്സ് എന്നൊക്കെ പറയൂലേ അല്ലെ. ഹിസ്റ്റീരിയ അപസ്മാരം കണ്ടോ. ഓക്കെ, അപസ്മാരം. ദെൻ ബിഹേവിയറൽ ആയിട്ടുള്ള എന്തെങ്കിലും എമർജൻസീസ്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും തകരാറുകളോ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് ബിഹേവിയറൽ എമർജൻസി, പെരുമാറ്റപരമായിട്ടുള്ള എന്തെങ്കിലും തകരാറുകൾ. ഓക്കെ, അതൊക്കെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്സിലാണ് എന്ത് വരുന്നത്? ഹിസ്റ്റീരിയ ആൻഡ് ബിഹേവിയറൽ എമർജൻസീസ് വരുന്നത്. ദെൻ മെഡിറ്റേഷൻ റൂം, ഇമോഷണലി ഡിസ്റ്റർബ്. മെഡിറ്റേഷൻ റൂം എന്തിനു വേണ്ടിയിട്ടാണ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. മെഡിറ്റേഷൻ റൂം എന്തിനാണ്? ഇമോഷണലി ഡിസ്റ്റർബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ റൂം. ദെൻ സെമിനാർ റൂം, uninjured discharge of patients relatives. സെമിനാർ റൂമിലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ്? അവിടെ നോൺ കെയർ ഏരിയാസ് ആണ്, നോൺ എമർജൻസി ഏരിയ ആണ് സെമിനാർ റൂമിൽ. അൺഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ റിലേറ്റീവ്സ് ഒക്കെ എന്തായിരിക്കും? ആ ഒരു ഏരിയാസിലായിരിക്കും, സെമിനാർ റൂമിലായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസുകൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെയാണ്? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. ഇതിൽ എന്തൊക്കെ വരുന്നു? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്.
ഹൈപ്പർ എന്ന് കേട്ടാൽ തന്നെ അറിഞ്ഞില്ല നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കണ്ടീഷൻസ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കണ്ടീഷൻസ് ആയിരിക്കും. ലൈഫ് ത്രെട്ടനിങ്, ഹെമറേജ് ആൻഡ് എന്താണ് അൺസാൽവേജബിൾ കേസസുകൾ. നമുക്ക് ഒരിക്കലും രക്ഷിക്കാൻ കഴിയാത്ത കേസസുകൾ, എത്രയും പെട്ടെന്ന് തന്നെ ഡെത്ത് സംഭവിക്കുന്ന കേസസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ എമർജൻസി കാറ്റഗറി ട്രീറ്റ്മെന്റിലാണ് വരുന്നത്. ഓക്കെ, സർജറി. സർജറിയിൽ എന്തൊക്കെ ഉൾപ്പെടണം, എന്തൊക്കെ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്? സർജറി പറഞ്ഞേ, സർജറിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? സീരിയസ് കാഷ്വാലിറ്റീസ് ട്രീറ്റ്മെന്റുകൾ, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. ഡെലിവറി സ്യൂട്ടിലോ? ഡെലിവറി സ്യൂട്ടില് women in labor, complications of pregnancy, traumatized pregnant woman. ICU medical emergencies. ICU എന്താ വരുന്നത്? മെഡിക്കൽ എമർജൻസീസ്. Then outpatient ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാ വരുന്നത്? എന്തൊക്കെ ചികിത്സകളാണ് outpatient ഡിപ്പാർട്ട്മെന്റില്? Minor injuries, ambulatory patients. Minor injuries and ambulatory patients. Then psychiatry treatments law, psychiatry. Hysteria, behavioral emergencies. Hysteria, behavior emergencies. Then medication rooms എന്തിനു വേണ്ടിയിട്ടാണ്? Medication room. ഇമോഷണൽ ഡിസ്റ്റർബ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ, ഇമോഷണൽ ഡിസ്റ്റർബ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെമിനാർ റൂമില് അൺഇൻച്വർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. ഇത്തരം കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ വരുന്നത്. ഡിസാസ്റ്റർ ഫേസില് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് അല്ലെ, ആ ചികിത്സ നടക്കുന്ന ഏരിയാസുകളാണ്. ഓക്കെ, പഠിക്കാൻ നോട്ടാമോ? തിരുത്തൊന്ന് മനസ്സിലായല്ലോ. അൺസാൽവേജബിൾ കേസസ് എമർജൻസി കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. എമർജൻസി അക്യൂട്ട് കണ്ടീഷൻസിൽ ഉൾപ്പെടുന്നതാണത്. അടുത്തത് കൂടി പറഞ്ഞോട്ടെ. ഇത് ഇത്രയും ക്ലിയർ ആണോ? ട്രീറ്റ്മെന്റ് ഏരിയാസ്. യെസ്. Any definite care initiated as soon as possible. Definite care initiated as soon as possible എന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് പരിചരണം കൊടുക്കണം അല്ലെ. ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് പരിചരണം ഇൻഡെഫിനിറ്റ് ആയിട്ട് തന്നെ കെയർ കൊടുത്തിരിക്കണം. Then data received, recorded and directed to the business office, admitting office and public relation office for coordination and release. ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡാറ്റാസും റിസീവ് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ആരൊക്കെയാണ്? ഡയറക്ടർ ടു ദ ബിസിനസ് ഓഫീസ്, അഡ്മിറ്റിംഗ് ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ആൻഡ് റിലീസ്. ഇത്തരം ഡിപ്പാർട്ട്മെന്റ്സുകളായിരിക്കും എല്ലാ കാര്യങ്ങളും റിസീവ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ പ്രധാനപ്പെട്ട ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും കേട്ടോ. Then patients who are discharges are directed to admitting or discharge office. Patients who are discharges are directed to admitting or discharge office. എന്താണ്? ഡിസ്ചാർജ് ചെയ്ത രോഗികളെ എവിടേക്കാണ് മാറ്റേണ്ടത്? ഡയറക്റ്റ് എന്താണ് മാറ്റേണ്ടത്? ഡിസ്ചാർജ് ഓഫീസിലേക്ക് അല്ലെ. ഡിസ്ചാർജ് പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ഓഫീസിലേക്ക് മാറ്റണം. ഡയറക്റ്റഡ് ടു ഡിസ്ചാർജ് ഓഫീസ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിസാസ്റ്റർ ഫേസില് ഏകദേശം ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം വരുന്ന ഒരു ഭാഗമാണ് പിന്നെ എന്താ disaster chief or medical director or director of nursing, CEO may authorize
ആൻഡ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും റെക്കോർഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം എന്താണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുന്നു. അതായത് എന്താണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എന്ന് വെച്ചാൽ അതും ഒരു അലേർട്ടേഷൻ ആണ്, അത് അലേർട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെക്കൻഡ് പോയിന്റിലേക്ക് വന്നേ. ടെലിഫോൺ ഓപ്പറേറ്റർ വിൽ ബി, ആദ്യം ആരാണ്? ചീഫ് ഓഫ് മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കും ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് പറയുന്നു? An all clear announcement over the public addresses SASM. Address SASM, she or he will announce code green. അതായത് ഈ ചീഫോ മെഡിക്കൽ ഓഫീസറോ റിപ്പോർട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം, ഓൾ ക്ലിയർ എന്ന അനൗൺസ്മെന്റ് ചെയ്തതിന് ശേഷം എന്താണ് ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു? അഡ്രസ് സാസം എന്നൊരു പൊതു വിലാസത്തിൽ, അതൊരു മെയിൻ ഒരു അഡ്രസ്സിന്റെ പേരാണ് കേട്ടോ. അഡ്രസ് സാസം എന്ന് പറഞ്ഞാൽ പബ്ലിക് അഡ്രസ് സാസം എന്ന് പറയുന്നത് ഒരു പൊതു അഡ്രസ് ആണ്. ആ ഒരു അഡ്രസ്സിൽ എന്താണ് കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുന്നു. കോഡ് ഗ്രീൻ എന്താണ്? അതായത് ഡിസാസ്റ്റർ പ്രഖ്യാപനം അവസാനിച്ചു, ഡിസാസ്റ്ററിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും അവസാനിച്ചു, എല്ലാവരും തിരികെ പോകും, എല്ലാവരും കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് എന്ത് കോഡ് ഗ്രീൻ പറയുന്നത്. യെസ്, അവസാനിച്ചു എന്നുള്ള മീനിങ്, കംപ്ലീറ്റഡ് ആണെന്നുള്ള ഒരു മീനിങ് ആണ് എന്ത് കോഡ് ഗ്രീൻ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ചീഫ് ഓർ മെഡിക്കൽ ഡയറക്ടർ ഓൾ ക്ലിയർ അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം ടെലിഫോൺ ഓപ്പറേറ്റർ പബ്ലിക്കിനായിട്ട് എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒന്നുകൂടി അനൗൺസ്മെന്റ് ചെയ്തിട്ട് കോഡ് ഗ്രീൻ എന്ന ആ ഒരു അലർട്ടേഷൻ കാണിക്കുന്നു. ഓക്കെ, എല്ലാവരും പോകാനായിട്ട് അല്ലെ, എല്ലാവരും കഴിഞ്ഞതിന് ശേഷം അത് പോകാനുള്ള ഒരു അലർട്ടേഷൻ ആണ് എന്ത് കോഡാണ് കോഡ് ഗ്രീൻ. ഒരു കളർ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കോട്ടോ എന്താണെന്ന്. ഓക്കെ, ഈ ട്രീറ്റ്മെന്റിന് ശേഷമായിരിക്കും എന്താ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഓരോ കാര്യങ്ങള് കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നു, പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ചെയ്യുന്നു. ഹെഡ് പൊസിഷൻ ഉള്ളവരായിരിക്കും ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് ശേഷമാണ് പബ്ലിക്കിന് ഒരു പ്രത്യേക രീതിയിൽ അനൗൺസ്മെന്റ് കൊടുത്തിട്ട് ഒരു കോഡ് കൊടുക്കുന്നത്. കോഡ് ക്ലീൻ അനൗൺസ് ചെയ്തിട്ട് ഡിസാസ്റ്റർ പ്രഖ്യാപനം അവസാനിച്ചു എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്, പഠിക്കണുണ്ടോ? വായിച്ചു പഠിക്കണേ. എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട്. പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇപ്പൊ എപ്പോഴാണ് എക്സാം ചോദിച്ചോണ്ടിരിക്കും. ഓക്കെ, ഇന്ന് ഇത്ര മതി കേട്ടോ. എടുത്ത ഭാഗങ്ങൾ പഠിക്കണേ. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ.